നിങ്ങൾക്ക് ഇവിടം കാണുന്നുണ്ടാവും. ഇവിടെ നമ്മളിങ്ങനെ ഒഴിച്ചിരിക്കുകയാണ്. ഇവിടേക്ക് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കോ. അപ്പുറത്ത് ഉള്ളതിൻ്റെ കൂട്ട് തന്നെ വെള്ളം അവിടെ പറ്റി പിടിച്ചിരിക്കത്തില്ല. വെറും ഒരു ഉരുളൻ കിഴങ്ങ്. ഈ ഒരു ഉരുളൻ കിഴങ്ങ് നമ്മുടെ ഈ ഒരു കണ്ണാടി കാണിക്കാൻ പോകുന്ന അത്ഭുതം നോക്കിക്കോ. നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിൽ വെള്ളം പിടിക്കുന്നില്ല. വെള്ളം ഇങ്ങനെ ഒലിച്ച് താപ്പോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് ഇപ്പുറത്തേക്ക് മാറുകയാണെങ്കിൽ ഡോട്ടായിട്ട് തന്നെ വെള്ളം അവിടെ പറ്റി പിടിച്ചിരിക്കും. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മഴയത്ത് വാഹനം ഓടിക്കുന്നവർക്കുള്ളതാണ്. അത് ബൈക്കാണെങ്കിലും ശരി, കാറാണെങ്കിലും ശരി, ഇതിന് മുകളിലേക്കുള്ള ഏത് വണ്ടിയാണെങ്കിലും ശരി, നമ്മൾ ഈ ഒരു മഴയത്ത് നേരിടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു റിവേഴ്സ് ക്യാമറ ഇല്ലാത്ത വണ്ടികൾ, മെയിനായിട്ട് റിവേഴ്സ് ക്യാമറ ഇല്ലാത്ത വണ്ടികൾ, അതുപോലെ തന്നെ സൈഡിൽ സ്വയമേ ഹീറ്റായി ഈ ഒരു ഗ്ലാസ് ക്ലിയർ ആവാത്ത വണ്ടികൾ, അങ്ങനെയുള്ള പഴയ മോഡൽ വണ്ടിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ടാവുക. മഴവെള്ളം വീണ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ ഗ്ലാസ്സിലൂടെ നമുക്ക് പുറകിൽ എന്താണ് നടക്കുന്നുള്ളതായിട്ട് കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം. നമുക്ക് നമ്മുടെ ഒരു സൈഡ് മിററിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സൈഡ് മിറർ, ഈ ഒരു സൈഡ് ഗ്ലാസ്സിൽ അപ്പുറത്താണെങ്കിലും ശരി, ഇപ്പുറത്തെ ഡ്രൈവിംഗ് സീറ്റിലാണെങ്കിലും ശരി, അതിന് ഓപ്പോസിറ്റ് ആണെങ്കിലും ശരി, ഇങ്ങനെ മഴവെള്ളം വീണ് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ ഒരു ഗ്ലാസ് അകത്ത് നിന്ന് ചിലപ്പം കാണാൻ സാധിക്കത്തില്ല. അതുപോലെ നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിലും വെള്ളം വീഴും. ഈ ഒരു റിവേഴ്സ്, അതായത് നമ്മുടെ ബാക്ക് കാണാൻ പറ്റുന്ന ഒരു ഗ്ലാസ്സിലും വെള്ളം വീഴും. അപ്പോൾ ഇങ്ങനെയൊക്കെ വെള്ളം വീണ് കഴിയുമ്പോൾ നമ്മുടെ ബാക്കിൽ എന്താണ് സംഭവിക്കുന്ന കാര്യം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പം ഇങ്ങനെ വെള്ളം പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ട് മാർഗ്ഗങ്ങളാണുള്ളത്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഐറ്റങ്ങൾ വെച്ച് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഈ ഒരു മഴക്കാലത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്നത് നമ്മളെല്ലാവരും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റ് ആണ്. ഏത് കമ്പനിയുടെയും ടൂത്ത് പേസ്റ്റ് ആയാലും മതിയാകും. നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു KP നമ്പൂതിരിസിൻ്റെ ടൂത്ത് പേസ്റ്റ് ആണ്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു മാർഗ്ഗം ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഉരുളൻകിഴങ്ങ്, നമ്മളൊക്കെ എല്ലാ കറിയിലും ഉപയോഗിക്കുന്ന ഉരുളൻകിഴങ്ങ്, ഈ രണ്ട് ഐറ്റങ്ങൾ കൊണ്ട് രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതായത് മഴയത്ത് നമ്മുടെ വണ്ടിയിൽ വീഴുന്ന ഈ ഒരു വെള്ളം ഇല്ലാതാക്കാൻ പറ്റും. നോക്കിക്കും. അന്നേരം ഞാൻ പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ബാക്ക് ഗ്ലാസിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു വെള്ളം പറ്റിയ ഭാഗം തുടച്ച് മാറ്റുകയാണ്. ഇത്രയും ഭാഗം നമ്മൾ തുടച്ച് മാറ്റുന്നു. ഇച്ചിരി നല്ലൊരു ഉണങ്ങിയ തുണി വെച്ച് തന്നെ നമുക്കിത് തുടച്ച് നല്ല റബ്ബ് ചെയ്ത് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതായിരിക്കും, പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്തുനിന്ന് കുറച്ച് പേസ്റ്റ് എടുക്കുന്നു, കയ്യിലേക്ക് മാറ്റിയിട്ടതാ നമ്മൾ ഈ ഒരു തുടച്ച ഭാഗത്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. നമ്മളൊരു പല്ല് തേക്കാൻ പോലും എടുത്ത അത്രയും പേസ്റ്റ് പോലും നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് ഈ ഒരു ഉണങ്ങിയ തുണി തന്നെ വെച്ച് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കാണുന്നുണ്ടാകും, നമ്മൾ റബ്ബ് ചെയ്ത ശേഷം ഇങ്ങനെയാണ് ഒരു മങ്ങൽ രൂപയാണ് ഇരിക്കുന്നത്. അപ്പം ആ ഒരു മങ്ങൽ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണങ്ങിയ തുണി കൊണ്ട് വീണ്ടും ഇതിനെ ഒന്ന് തുടച്ച് മാറ്റണം. തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് തുടച്ച് കളയാം. ഈ ഒരു പതപതപ്പുണ്ടാകും. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഈ വെള്ളം നമ്മൾ ഈ ഒരു തുടച്ച ഭാഗത്തേക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് ഉണങ്ങിയ മറ്റൊരു തുണി എടുക്കാം, എന്നിട്ട് ഇതൊന്ന് തുടച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഉണങ്ങിയ ഒരു തുണി വെച്ച് പകുതി ഭാഗം നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ഇതിലേക്ക് ഈ ഒരു സ്പ്രേ അടിച്ച് കാണിക്കാം. നിങ്ങൾക്ക് ഇവിടം കാണുന്നുണ്ടാവും. ഇവിടെ നമ്മളിങ്ങനെ ഒഴിച്ചിരിക്കുകയാണ്. ഇവിടേക്ക് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കോ. അപ്പുറത്ത് ഉള്ളതിൻ്റെ കൂട്ട് തന്നെ വെള്ളം അവിടെ പറ്റി പിടിച്ചിരിക്കത്തില്ല. ഒരു വെള്ളം താഴേക്ക് സുഗമമായിട്ട് ഒലിച്ചു പോകുന്നത് കാണാൻ പറ്റും. ഇനി അപ്പുറത്തെ ഭാഗത്തേക്ക് ഞാൻ വെള്ളം അടിക്കാം. അവിടെ ഇപ്പോഴും കണ്ടോളൂ, നിങ്ങൾ കാണുന്നതിൻ്റെ കൂട്ട് തന്നെ വെള്ളം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടേക്ക് വരുമ്പോൾ എത്ര വെള്ളം ശക്തിക്ക് വന്ന് വീണാലും ശരി, ഇനി അതല്ല സ്പ്രേ അല്ല, നമ്മൾ കപ്പിൽ കൊണ്ടിച്ചെന്ന് വെള്ളമുണ്ട്, അതൊഴിച്ചാലും ഇങ്ങനെ തന്നെ അത് ഒലിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കും. എന്നാൽ നമ്മുടെ ബാക്കി ഗ്ലാസ്സിൽ ഈ വെറും ഒരു പേസ്റ്റ് കാണിച്ച മാജിക്ക് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഉരുളൻകിഴങ്ങിൻ്റെ മാജിക്കാണ്. നമ്മൾ ഓരോ ഗ്ലാസ്സിലും ഓരോന്നിട്ട് കാണിക്കാം. അതിനുവേണ്ടിയിട്ട് നമ്മൾ സൈഡ് മിററിലേക്ക് വന്നതാ. ഇപ്പം നമ്മൾ സ്പ്രേ ചെയ്ത അതേ വെള്ളം ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ കുറച്ച് വെള്ളം കൂടെ അടിച്ചേക്കാം. ഈ ഒരു ഗ്ലാസ്സിലും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി കാണുന്ന ഈ ഒരു മിററിലോട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്തിരിക്കുന്നത്. മുഴുവനും നമ്മൾ സ്പ്രേ ചെയ്തിട്ടുണ്ട്. പ്രാവശ്യം കണ്ടതിലോട്ട് തന്നെ വെള്ളം നല്ല പെറ്റി പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെയും പകുതി ഒന്ന് തുടച്ച് കാണിക്കാം. അതിനുശേഷം ഈ ഒരു ഉരുളക്കിഴങ്ങ് എങ്ങനെ നമുക്ക് ഇതിനകത്തേക്ക് പ്രയോജനപ്പെടുത്താനുള്ളത് നോക്കൂ. നമ്മൾ ഈ ഒരു ഗ്ലാസിൻ്റെ പകുതിയും അതുപോലെ തന്നെ ഈ ഒരു ബാക്കി കാണുന്ന മിററിൻ്റെ മുഴുവനായിട്ടാണ് നമ്മളിതൊന്ന് തുടച്ചെടുക്കുന്നത്. വെള്ളം നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഒരു ഉരുളൻകിഴങ്ങ് കിടക്കുന്നു. വേറെ ഒന്നും പരിപാടിയില്ല. ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് കണ്ടിക്കണം. നമ്മളിതാ നടുക്കൂടെ ഇതിനെ രണ്ടായിട്ടൊന്ന് കണ്ടിച്ചെടുത്തിരിക്കുകയാണ്. കാണുന്നുണ്ടാവും, വെറും ഒരു ഉരുളൻകിഴങ്ങ്. ഈ ഒരു ഉരുളൻകിഴങ്ങ് നമ്മുടെ ഈ ഒരു കണ്ണാടി കാണിക്കാൻ പോകുന്ന അത്ഭുതം നോക്കിക്കോ. നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ഉരുളക്കിഴങ്ങ് നമ്മുടെ ഈ തുടച്ച് മാറ്റിയ ഭാഗത്തേക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നു.
മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിതിപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാ അവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ബാക്ക് കാണുന്ന മിററിലേക്കാണ്. അവിടെയും നമ്മളിതാ ഇത് പുരട്ടി കൊടുക്കുകയാണ്. പുരട്ടി കൊടുത്തു. അപ്പോൾ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മളിത് തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് വെള്ളം അടിക്കാൻ പറ്റുന്നതാണ്. അല്ല നമ്മുടെ അതായത് മഴയത്ത് നമ്മൾ തുടച്ചു കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഉരുളക്കിഴങ്ങ് തേച്ചിട്ട് അത് നമ്മൾ കാണിച്ചു തരാം. ഇതുപോലെ നമ്മളൊരു സ്പ്രെയർ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ തേച്ച ഭാഗത്തേക്ക് നമ്മൾ ഈ സ്പ്രേ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിൽ വെള്ളം പിടിക്കുന്നില്ല. വെള്ളം ഇങ്ങനെ ഒലിച്ച് താപ്പോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് ഇപ്പുറത്തേക്ക് മാറുകയാണെങ്കിൽ ഡോട്ടായിട്ട് തന്നെ വെള്ളം അവിടെ പറ്റി പിടിച്ചിരിക്കും. അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഗ്ലാസ് ആണെങ്കിൽ പോലും ഗ്ലാസ്സിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ പറ്റിപ്പിടിച്ച് നിൽക്കാതെ അത് താഴേക്ക് ഒഴുകി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ ആണ് നമ്മുടെ ഈ ഒരു മഴക്കാലത്ത് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ ചെറിയ 2-3 കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ബൈ.